അൽ കലാമു ഇൻദ സമാഇൽ അദാൻ കമാ നഖലഹു സുയൂത്തി ഫി അദ്കാരിൽ അദ്കാർ അൻ ബഅദി അശ്യാഇൽ ആരിഫീൻ. ഔലിയാക്കളിൽ നിന്ന് ഉദ്ധരിച്ച് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുള്ളയുടെ അദ്കാറുൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദുന്യവിയായ സംസാരം ഉള്ളയാൾക്ക് മരിക്കണ സമയത്ത് നാവ് പടയും. അയാൾക്ക് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം കഴിയൂല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കൂട്ടുകാരെ, ബാങ്കിനെ നല്ല ബഹുമാനിക്കണം. ബാങ്കിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോയ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. മരിച്ചതിന് ശേഷം എന്തുണ്ട് അവസ്ഥ എന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചപ്പോ കുട്ടികളൊക്കെ പാട്ട് പാടുമ്പോൾ ബാങ്ക് കൊടുക്കുന്നത് ഞാൻ സൈലന്റിന് വേണ്ടി പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് അല്ലാഹു സ്വർഗം തന്നു. കണ്ടോ, ബാങ്കിന് വലിയ കൂലിയാ. ബാങ്കിന്റെ ഓരോ അക്ഷരത്തിന് എത്ര കൂലിയുണ്ടെന്നറിയാം. ജവാബ് കൊടുത്താല് ബാങ്കുകാരെ ബഹുമാനിക്കണം, ബാങ്കുകാരെ നിന്ദിക്കരുത്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ബാങ്കുകാരെ അല്ല ബഹുമാനിക്കണം. ആഖിറത്തിൽ കൂടുതൽ സാലറി ഉണ്ടാവല് ബാങ്കുകാർക്കാണ്. ദുനിയാവിൽ ഖത്തീബിനാണെങ്കിലും ആഖിറത്തിൽ ബാങ്കുകാർക്കാ നല്ല സാലറി ഉണ്ടാവല്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ബാങ്കുകാരേക്കാൾ മഹത്വമുള്ളവർ ലോകത്ത് വേറെ ആരും ഇല്ലെന്ന് ഖുർആനിൽ കാണാം. അവരെ കുറിച്ച് ഹദീസിലുള്ളത് അത്വലുന്നാസി അനാഖെന്ന. ബാങ്കുകാർ തല ഉയർത്തിയിട്ട് നിൽക്കും ആഖിറത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം വിചാരണ പേടിച്ചിട്ട് ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുമ്പോ ബാങ്കുകാര് എന്താ വിചാരണ വിളിക്കാത്ത കുറെ സമയം ട്രെയിൻ ലേറ്റാണ്. അവര് ഭയങ്കര അഭിമാനത്തോടെ നിൽക്കും. അത്ര ബാങ്കുകാർക്ക് വലിയ മഹത്വമുണ്ട്. കാരണം വലാ മദറുൻ വലാ ഹജറുൻ. ബാങ്ക് കേൾക്കുന്ന മുഴുവൻ കല്ലും മരങ്ങളും ബാങ്ക് കൊടുത്താക്ക് വേണ്ടിയിട്ട് സാക്ഷി വെക്കും സ്വർഗം കിട്ടാന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാങ്ക് കേട്ട മുഴുവൻ വസ്തുക്കളും, പള്ളിയിലെ തൂണ്, പള്ളിയിലെ വാതില്, പള്ളിയിലെ ഫാന്, മുറ്റത്തുള്ള തെങ്ങ്, കല്ല്, ചരൽ കല്ലുകൾ എല്ലാം അയാൾക്ക് സാക്ഷി വെക്കും. ബാങ്കുകാർക്ക് സാക്ഷി വെക്കുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ നീ വിജനമായ സ്ഥലത്താണെങ്കിലും കുറച്ച് ഉറക്ക ബാങ്ക് കൊടുക്കണം. ഉറക്ക ബാങ്ക് കൊടുത്താൽ ബാങ്ക് കേട്ട കല്ലും മരങ്ങളൊക്കെ സാക്ഷിക്കുമല്ലോ. നിങ്ങൾ ശരിക്കും ചിന്തിച്ചൊക്കെ, ബാങ്ക് കേട്ട കല്ലും മരങ്ങളും ഒരാൾക്ക് അയാൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സാക്ഷിക്കുമെങ്കിൽ SSFന്റെ SYSന്റെ ഒക്കെ യൂണിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് യൂണിറ്റ് ഉണ്ടാക്കിയ ആളുടെ കൂലി എന്തായിരിക്കും? അവിടെ 5 കുട്ടികളായി, പിന്നെ ഒരു സുന്നി സെന്റർ തുടങ്ങി, ഓഫീസായി, സ്രാമ്പി പള്ളി ആ ജമാഅത്ത് തുടങ്ങി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മദ്രസ ജുമാഅത്ത് പള്ളി, അങ്ങനെ 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 230 വീടായി, 230 മെമ്പർഷിപ്പായി. അങ്ങനെ ആക്കുമ്പോഴേക്ക് ഈ SSFന്റെ കുട്ടി ആ 18 കൊല്ലം കഴിയുമ്പോൾ എന്തോ വല്ല അപകടത്തിലോ മരിച്ചിട്ട് മണ്ണറയിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഈ മഹല്ല് മതി അവൻ്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കാൻ. ദീൻ ഇല്ലാത്ത സ്ഥലത്ത് ദീൻ എത്തിച്ചവർക്ക് കിട്ടുന്ന കൂലി എന്തായിരിക്കും? ആ ഭൂമി മുഴുവൻ അവർക്ക് സാക്ഷിക്കുമല്ലോ. നമ്മളെ വിഷയം അതല്ല. ബാങ്കിനെ നല്ലോണം ബഹുമാനിക്കണം. കുറേ ബാങ്ക് ഒന്നിച്ച് കേട്ടാൽ ഒരു ജവാബ് കൊടുത്താൽ മതി. ഉദാഹരണത്തിന് അല്ലാഹു അക്ബർ അഷ്ഹദു അങ്ങനെ കേൾക്കുമല്ലോ നമ്മൾ. ചിലപ്പോൾ യാത്രയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് തന്നെ 4-5 ഒക്കെ പള്ളി ഉണ്ടെങ്കിൽ ഒറ്റ ജവാബ് കൊടുത്താൽ മതി. ഇനി ഒരു ബാങ്ക് കഴിഞ്ഞ് ജവാബൊക്കെ കൊടുത്ത് ഇരിക്കുമ്പോണ്ട് അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. അത് കേൾക്കുന്നുണ്ട്. അത് കൂടുതൽ ചിലപ്പോൾ യാത്രയിൽ കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കൊടുത്തതിന് ശേഷമാണ് അടുത്ത് കൊടുക്കുന്നെങ്കിൽ എല്ലാ ബാങ്കിലും ഇജാബത്ത് കൊടുക്കൽ സുന്നത്തുണ്ട്. ഒന്നാമത്തേതിന് കൊടുക്കൽ കൂടുതൽ സുന്നത്ത് കൂടിയാണ്. ബാങ്കിനെ നല്ല ബഹുമാനിക്കണം. ലക്ഷക്കണക്കിന് കൂലി കിട്ടും ബാങ്കിന് ജവാബ് കൊടുത്ത് തീരുമ്പോഴേക്ക്. ഭയങ്കര പ്രതിഫലം. അല്ലാഹു എന്ന് തുടങ്ങി അല്ലാഹു എന്നുള്ളതിൽ അവസാനിക്കുന്ന ദിക്റാണ് ബാങ്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാസ്റ്റ് തീരുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ, അല്ലാഹുവിൽ തുടങ്ങി അല്ലാഹുവിൽ അവസാനിക്കുന്ന ദിക്ർ. ബാങ്ക് കൊടുക്കുമ്പോ ആത്മാർത്ഥമായി ജവാബ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ പണിയും നിർത്തിയിട്ട് ജവാബ് കൊടുക്കണം. വേറെന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ജവാബല്ല, എല്ലാം നിർത്തി വെക്കുക. അത് കുട്ടികൾക്കും നന്നായി പഠിപ്പിച്ചു കൊടുക്കണം.
ബാങ്കിനെ നിന്ദിച്ചാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നു, അയാളുടെ ആഖിബത്ത് ചീത്തയാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.